Good afternoon. Good afternoon, miss. Okay. ലഞ്ച് കഴിച്ചോ? ബാക്കിയുള്ളൊരു വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തേ എല്ലാവരും. ദേവപ്രിയ, സെറ വീഡിയോ ഓൺ ചെയ്തേ. Okay, take your Hindi textbook. Shafi, good afternoon. Good afternoon. Take your Hindi textbook. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. പ്രസന്റ് ഒരു തവണ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഒരു 5 പ്രാവശ്യം ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബാക്കിയുള്ളവരിൽ എവിടെ പോയി? സൂര്യദേവും ആയദേവും ഒരുമിച്ചുണ്ടല്ലേ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, miss. ഓക്കെ, ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പറഞ്ഞത്? ഏതായിരുന്നു നമ്മൾ ലാസ്റ്റ് എടുത്തത്? 15th lesson. 15th അല്ലേ? Yes, miss. മസാലോം കാ ഘർ. മിസ് അത് വായിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു. ആ പാഠം മുഴുവനും കഴിഞ്ഞോ? നോ മിസ്. നോ. ഇനി എവിടെയാ എടുക്കേണ്ടത്? പേജ് നമ്പർ 80 ആണോ എടുക്കേണ്ടത്? യെസ് മിസ്. ഓക്കെ. Yes, miss. Page number 8. ഓക്കെ, പേജ് നമ്പർ 80 എല്ലാവരും എടുത്ത് വെച്ചേ. മസാലോം കാ ഘർ എന്നുള്ള ലെസൺ പേജ് നമ്പർ 80 എല്ലാവരും എടുത്ത് വെക്ക്. ഓക്കെ. केरलवासियों का प्रमुख व्यवसायी खेती അത് പറഞ്ഞു അല്ലേ? आपसी प्रेम और सामाजिक मेल मिलाप को बढ़ाने वाले अनेक त्योहार केरल में मनाए जाते हैं, जैसे नवरात्रि, दीपावली, शिवरात्रि, तिरुवाതിര आदि. किंतु ओणम केरल का राज्योत्सव है. इस अवसर पर केरल का सौंदर्य और लोगों का उत्साह देखने योग्य होता है. ओणम पर्व अगस्त के अंतिम सप्ताह या सितंबर के आरंभ में धूमधाम से मनाया जाता है. പേജ് നമ്പർ 80 ലേറ്റ് ആയിട്ട് വന്നവർ പേജ് നമ്പർ 80 എടുക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിലെ മിസ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. മിസ് ഒരു കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, PTA കഴിഞ്ഞ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് PTA അതായത് നമ്മുടെ ക്ലാസ്സിലേക്ക് വേണ്ടുന്ന കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ പേരൻസിന് കഴിയുന്ന സഹായം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ദേവാഞ്ജനയുടെ പൈസ കിട്ടിയിട്ടുണ്ട് മോളെ, അമ്മയോട് പറയണം പൈസ കിട്ടിയെന്ന്. ബാക്കിയുള്ളവർ ആദിദേവും സൂര്യദേവും മിസ്സിന് വിവരം തന്നിട്ടുണ്ട്. പിന്നെ ദേവപ്രിയും പറഞ്ഞിട്ടുണ്ട്. ബാക്കി കുറച്ച് പേര് ഒരു വിവരവും മിസ്സിന് തന്നില്ല. അപ്പോൾ ഒന്ന് പേരൻസിനോട് ഒന്ന് ഓർമ്മിപ്പിക്കുക. മിസ്സിന് പേഴ്സണലായിട്ട് ക്രിസ്റ്റിയുടെ ക്രിസ്റ്റി മിസ്സിന് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ കുറേ പേര് മിസ്സിനോട് ഒന്നും വിവരം തന്നതുമില്ല, ഒന്നും പറഞ്ഞുമില്ല.
എന്താണ് നിങ്ങളുടെ പേരൻസിൻ്റെ അഭിപ്രായം? അത് മിസ്സിനൊന്ന് പേഴ്സണലായിട്ട് അയച്ചു തരാൻ പറയണേ. ഇന്നോ നാളെയായിട്ട്, നാളെയും കൂടി ലാസ്റ്റ് ചാൻസ് ഉള്ളൂ. എന്ത് മെസ്സേജ് ആയിക്കോട്ടെ, എസ് ഓർ നോ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അതൊന്ന് പേഴ്സണലായിട്ട് മിസ്സിനെ അറിയിക്കണം എന്ന് പറയണം കേട്ടോ. മറന്നു പോവോ നിങ്ങൾക്ക്? പറയണേ, അതൊന്ന് മക്കളൊന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. സജിത മിസ്സിങ്ങിനെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഓരോരുത്തരുടെയും എനിക്ക് വേണം. കിട്ടാത്തവരുടെ പേര് ഞാൻ ലിസ്റ്റും ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ അയക്കും. പേരൻസ് ഇനിയും വിവരം തരാത്തവരുടെ പേരും ലിസ്റ്റും ഞാൻ വേണമെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിൽ അയക്കും, നാളെയും കൂടി നോക്കിയിട്ട്. എന്ന് മോനെ ഷംവിലെ? ഉപ്പ പൈസ അയച്ചിരുന്നു പറഞ്ഞു. അയച്ചുതരാ പറഞ്ഞേ. മിസ്സിന് ഒന്ന് വിവരം തരാൻ പറയണേ. മിസ്സിനാണ് അയച്ചു തരേണ്ടത്, സാറിന്റെ നമ്പറിലേക്കല്ല കേട്ടോ. ഒന്ന് മിസ് സാറിനോട് ഒന്ന് പറയണേ, ഫാദറിനോടൊന്ന് പറയാം എൻ്റെ ഫോണിലേക്ക് അയക്കാൻ വേണ്ടി എത്രയാണെന്നുള്ളത്. ഓക്കെ. നിഹാല് ഒന്ന് ഉപ്പോട് പറയണം മോനെ. നിഹാലിന്റെ ഉപ്പ അറിയില്ലോ? ഓ, സ്കൂളിൽ കൊണ്ടു തന്നാ മതിയാ? സ്കൂളിലേക്ക് കൊണ്ടുതരാനാവൂ. ആരാ വരുവാ? എന്റെ വീട് അടുത്ത ആശി. ഓ, വരാൻ പറ്റുമെങ്കിൽ മിസ്സിനുള്ള ദിവസം കൊണ്ടു തന്നേ. ഇന്നുണ്ട് മിസ്, 4 മണി, ഇന്ന് 4 മണി വരെ ഉണ്ട്. ഇന്ന് കയ്യിലുണ്ടെങ്കിൽ വരുന്നെങ്കിൽ ഇന്ന് വന്നോ, ഇല്ലെങ്കിൽ പിന്നെ മറ്റേത് എപ്പോഴാണ്? ഫ്രൈഡേ സാറ്റർഡേ ഉണ്ടാവും സജിത മിസ് ഇവിടെ കേട്ടോ. ഫ്രൈഡേ സാറ്റർഡേ മാത്രമേ ഉണ്ടാവുള്ളൂ? ഓ, ഫ്രൈഡേ സാറ്റർഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മിസ് ഫ്രൈഡേ സാറ്റർഡേ ആണ് ഇനി ഉണ്ടാവുക. നാളെ ഇല്ലല്ലോ, മിസ്സിന് ക്ലാസ് ഇല്ല. നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തോട്ടോ. ഓക്കെ. ബാക്കിയുള്ളവർ കൂടി ഒന്ന് വിവരം പറയാൻ പറയണേ എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. आपसी प्रेम और सामाजिक मेल मिलाप को बढ़ाने वाले अनेक त्योहार केरल में मनाए जाते हैं. എന്താ അങ്ങനെ പറഞ്ഞാല്? പരസ്പര സ്നേഹങ്ങള്, പരസ്പര വിസ്നേഹം, വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോപ്പർ ഇല്ലാത്തോണ്ടൊന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫാത്തിമ മെഹൂസ അല്ലേ? ഫാത്തിമ മെഹൂസ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ വീഡിയോ ഓൺ ചെയ്യണം. ഇതിൽ മിസ്സിന് മുഹമ്മദ് നിഹാല്, അതുപോലെ അബ്ദുൽ ബാസിത്ത്, മുഹമ്മദ് ഷംവീൽ ഇപ്പോൾ പറഞ്ഞു, എബിൻ ബിജു, ഫാത്തിമ മെഹൂസ, ആൻഡ്രോസ് പ്രിൻസ്, ഇവരൊക്കെയാണ്. ഓ മിസ്, ഞാൻ എന്റെ വീഡിയോ ക്യാമറ എന്റെ ഫോണിലേക്ക് സ്റ്റക്ക് ആവും. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പേര് വിളിച്ചവരൊക്കെയാണ് എനിക്ക് ഇനി ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് കിട്ടാനുള്ളത് കേട്ടോ. മിസ് പറഞ്ഞ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൻ്റെ മെസ്സേജ് കിട്ടാത്തത് ഇത്രയും പേരാണ്, ബാക്കിയുള്ളവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ? आपसी प्रेम और सामाजिक मेल मिलाप को बढ़ाने वाले अनेक त्योहार കേരൾ മേ മനായേ ജാത്തേ ഹേ. നമ്മുടെ കേരളത്തിൽ പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉത്സവങ്ങൾ, ഫെസ്റ്റിവൽസ് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പറഞ്ഞവരല്ലാതെ ബാക്കിയുള്ളവർ ഒരാളും വീഡിയോ ഓഫ് ചെയ്യരുത്. ക്രിസ്റ്റി, ഷെഫി, എബിൻ ഇവരൊക്കെ വീഡിയോ ഓൺ ആക്കി തന്നെ ഇരിക്കുക. ജയ്സെ നവരാത്രി, ദീപാവലി, ശിവരാത്രി, തിരുവാതിര ആദി കിന്തു ഓണം കേരള കാ രാജ്യോത്സവ് ഹെ. അപ്പൊ അതില് എക്സാമ്പിൾ ഏതൊക്കെയാണ് ഫെസ്റ്റിവൽസ്? എന്താണ് എബിൻ? ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ട് മിസ്സേ. എല്ലാവരും നെറ്റ് പ്രോബ്ലം ഉണ്ട്, വീഡിയോ ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഓക്കെ, ഞാൻ സാറിന് ലിസ്റ്റ് കൊടുക്കാം, നിങ്ങൾ എത്ര പേർക്കാ നെറ്റ് പ്രോബ്ലം എന്ന് സാർ അന്വേഷിക്കാൻ വരും. അപ്പോൾ നോക്കുക, നവരാത്രി, ദീപാവലി, ശിവരാത്രി, ഓണം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉത്സവം. അതിൽ കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം. इस अवसर पर केरल का सौंदर्य और लोगों का उत्साह देखने योग्य होता है. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി കാണുന്ന ഒരു ഉത്സവമാണ് ഓണം. ഓണം पर्व अगस्त के अंतिम सप्ताह या सितंबर के आरंभ में धूमधाम से मनाया जाता है. ഓണം ആഘോഷിക്കുന്നത് ഒന്നുകിൽ ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ്
ഓണം ആഘോഷിക്കുന്ന ദിവസങ്ങൾ. इस अवसर पर घरों की साफ सफाई करके उन्हें रंगीली से सजाया जाता है. ഈ ദിവസങ്ങൾ വീടുകളൊക്കെ വൃത്തിയാക്കി എന്ത് ചെയ്യുന്നു? വീട് ഭംഗിയാക്കി വെക്കുന്നു. इस पर्व पर नौगा दौड़ का आयोजन आयोजन विशेष रूप से दर्शनीय होता है. नववर्ष आरंभ होने पर लोग एक दूसरे को शुभकामनाएं देते हैं. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകതയാണ് ഓണത്തിന് നൗകാ ദൗഡ്. നൗകാ ദൗഡ് മീൻസ് വള്ളംകളി. പിന്നെ അതുപോലെ नववर्ष आरंभ होने पर लोग एक दूसरे को शुभकामनाएं देते हैं. मंदिरों में കഥകളി നൃത്യ होता है. അമ്പലങ്ങളിൽ കഥകളി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എന്താണ് നൃത്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. കേരൾ को मसालों का घर भी कहा जाता है. കേരളത്തിനെ മസാലകളുടെ ഘർ വീട് എന്ന് വിളിക്കുന്നു. കാരണം यहाँ लोग इलायची, काली मिर्च, जायफल, जावित्री आदि मसालों का खूब उत्पन्न होते हैं. കാരണം എന്തിനാ മസാലകളുടെ വീട് എന്ന് വിളിക്കുന്നറിയോ കേരളത്തിനെ? ഇവിടെയുള്ള ജനങ്ങള് പച്ചമുളക്, അതുപോലെ കുരുമുളക്, അങ്ങനെയുള്ള അത്യാവശ്യ ഇതൊക്കെ എന്തുണ്ട് നിർമ്മിക്കുന്നുണ്ട്. काजू की खेती, नारियल और रबड़ के उत्पादन में केरल का प्रमुख स्थान है. പിന്നെ തെങ്ങുണ്ട് ഇഷ്ടം പോലെ, റബ്ബർ, ഇതൊക്കെ കൃഷി ചെയ്യുന്നവരാണ് ആര്? കേരളീയര്. വിശ്വഭർ മേ കേരൾ കെ മസാലോं का स्वाद लोगों द्वारा पसंद किया जाता है. ലോകം മുഴുവനും കേരളത്തിലെ മസാലകളുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നെക്സ്റ്റ് പേജ് നമ്പർ 81. यहाँ के अनूठे हस्तशिल्प की भी अलग पहचान है. महिलाएं नारियल के रेशम और जूट से चटाइयाँ, ടോക്കരിയാം ആദി ബനാത്തി ഹെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയാണ് കേരളത്തിലുള്ളവര് എന്താണ് കൈകൊണ്ട് ഹസ്തശില്പ്, കൈകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. സ്ത്രീകള് നാരിയൽ കെ രേശം और जुट से चटाइयाँ, ടോക്കരിയാം ആദി ബനാത്തി ഹെ. മുള, ചകിരി ഇതൊക്കെ ഉപയോഗിച്ച് കൊട്ടയില്ലേ, കൊട്ട, പ്ലാസ്റ്റിക്കിന് എന്താ പറയാ, കൊട്ടയൊക്കെ നിർമ്മിക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ. കണ്ടിട്ടുണ്ടോ? മുള ഉപയോഗിച്ചാണ് അത് നിർമ്മിക്കുന്നത്. പിന്നെ ചകിരിയുടെ ഇതുകൊണ്ട് എന്താണ് ചവിട്ടി, നമ്മളിപ്പോൾ റബ്ബറിന്റെ അല്ല മറ്റേ ചകിരിയുടെ തന്നെ ചവിട്ടിയൊക്കെ നിർമ്മിച്ചു കണ്ടിട്ടുണ്ടോ? പണ്ടുണ്ടാവും, കണ്ടിട്ടില്ല. ഇതൊക്കെ നിർമ്മിക്കുന്നവരുണ്ട്. പിന്നെയോ इन्हें देखकर उनके हस्तशिल्प का अंदाजा आसानी से लगाया जा सकता है. इतना ही नहीं, महिलाएं मछली पकड़ने की जाल बुनने में भी बहुत आगे है. ഇത് മാത്രമല്ല, നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലകൾ നെയ്യുന്നത് പോലും സ്ത്രീകളാണ്. इसके साथ साथ वे मछलियों को डिब्बाबंद करने के काम भी कुशल है. डिब्बाबंद मछलियों का व्यापार केवल भारत में ही नहीं अपितु विदेशों तक होता है. മിസ് വായിക്കുന്നത് എവിടെയാന്ന് നിങ്ങൾ നോക്കുന്നുണ്ടോ? കുറെ പേര് നോക്കുന്നേ ഇല്ല, എവിടെയോ ആണ് നോക്കിയിരിക്കുന്നത്. അതെയോ? അതായത് മത്സ്യങ്ങളുടെ വ്യാപാരം എവിടെ വിദേശങ്ങളിൽ വരെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. मेरे विचार में केरल के बारे में सबसे अधिक गर्व करने योग्य बात यह है कि यहाँ साक्षरता प्रतिशत सर्वाधिक है. പിന്നെ വേറെന്താണ് കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ വേറൊരു കാര്യമാണ് ഇവിടെ സാക്ഷരത ഉള്ള അധികമാണ് ഇവിടെ. അതായത് വിദ്യാഭ്യാസം കൂടുതലാണ്. നിരക്ഷരായവരൊന്നും ആരുമില്ല ഇവിടെ.
यही कारण है कि अपने ज्ञान और परिश्रमी स्वभाव के कारण यहाँ के निवासी देश विदेश में उच्च पदവും पर है. ഇവിടുത്തെ ജനങ്ങളെ ഒരുപാട് കഠിനമായി അധ്വാനിക്കുന്നവരും നന്നായി പരിശ്രമിക്കുന്നവരുമായതുകൊണ്ട് എന്താണ് എല്ലാവരും ഇവിടെ ആയാലും പുറം വിദേശത്തായാലും ഉന്നത പദവിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. स्वभाव के कारण हम के निवासी देश विदेश में उच्च पदों पर है. उनके मन में अपने देश और प्रदेश के लिए लगाव और समर्पण देखकर मन प्रसन्न होता है. അവരുടെ മനസ്സിൽ നമ്മുടെ രാജ്യത്തിനോടുള്ള മനസ്സ് സമർപ്പിച്ചത് കൊണ്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. अपनी केरल यात्रा में मैंने ये अनुभव किया कि हमें केरलवासियों के परिश्रमी स्वभाव और प्रदेश को आगे बढ़ाने की उनकी भावना का सम्मान करना चाहिए. നമ്മൾ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കേരളവാസികൾ നന്നായി പരിശ്രമിക്കുന്നവരാണ് എന്ന കാഴ്ച. രണ്ടാമത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. उनकी तरह हमें भी देश और प्रदेश के विकास में अपना कर्तव्य निभाने आगे रहना चाहिए. അതേപോലെ തന്നെ നമ്മളും എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും രാജ്യത്തിൻ്റെ നമ്മുടെ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കർത്തവ്യം നിറവേറ്റണം. നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം, നമ്മൾ നന്നായി അധ്വാനിക്കണം, പരിശ്രമിക്കണം. എന്നിട്ട് ആർക്കാണ്, നമ്മുടെ രാജ്യത്തിന് നല്ലൊരു പേര് കൈക്കൊള്ളണം എന്നാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. മനസ്സിലായോ ആ പാഠം? ക്ലിയർ ആയോ? മസാലോം കാ ഘർ കേരൾ. യെസ്. ഒന്ന് വായിക്കാമോ? ആരാ വായിക്കുന്നേ? അലിന വായിച്ചോ. സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റാർട്ട് ചെയ്തോ. जब भी छुट्टियां आंधी और घूमने जाने का अवसर मिलता, मैं मन ही मन केरल की सुंदरता को अपनी आंखों से देखने का कार्यक्रम बनाती, पर हर बार किसी न किसी कारण वहां जा पानी संभव नहीं हो पाता. बहुत इंतजार के बाद पिछली छुट्टियों में मुझे केरल जाने का अवसर मिला तो लगा जैसे कोई सपना सागर हो गया हो. केरल भारत का एक खूबसूरत प्रांत है. इसकी राजधानी तिरुवनंतपुरम में और मुख्य भाषा मलयालम है. केरल की संस्कृति हजारों वर्ष पुरानी है. अपने प्राकृतिक सौंदर्य के कारण केरल विश्व भर के पर्यटकों के लिए आकर्षण का केंद्र है. ओके ओके अलिना. देवांजना वाइचो. ഇല്ല ഇപ്പൊ തരാം. ദേവാഞ്ജന അതിന്റെ ബാക്കി വായിച്ചോ. और किनारे पर हवी के झोंकों के से नारियल के ऊंचे ऊंचे पेड़ यात्रा की सारी थकान को पल भर में दूर कर देता है. केरल वासियों का प्रमुख व्यवसायिक
खेती और मछली पालन है। दाता प्रमुख भोजन चावल और मछली है। इसके अतिरिक्त यहाँ डोसा, इडली, ഇഡ്ഡലി सांबर, സാമ്പാർ उपमा, ഉപ്പം ഊത്തപ്പം आदि पौष्टिक भोजन भी गाया जाता है। आपसी प्रेम और सामाजिक मेल मिलाप को बढ़ाने वाले अनेक त्योहार केरल में मनाए जाता है, जैसे नवरात्रि, दीपावली, शिवरात्रि, तिरुवातिरा आदि। हिंदू ओणम केरल का राज्योत्सव है। ओके कृपा വായിച്ചോ അതിന്റെ ബാക്കി. इस अवसर पर केरल का सौंदर्य और लोगों का उत्साह देखने योग्य होता है। ओणम पर अगस्त को अंतिम सप्ताह या सितंबर को आरंभ में धूमधाम से मनाया जाते हैं। इस अवसर पर दारों की साफ सफाई करके उन्हें रंगोली से सजाया जाता है। इस पर्व पर नौका दौड़ का विशेष रूप से दर्शनीय होता है। नव वर्ष आरंभ होने पर लोग एक दूसरे को शुभकामनाएं देते हैं। मंदिरों में कथकली नृत्य होता है। केरल को मसालों का घर भी कहा जाता है। यह लोग इलायची, काली मिर्च, जायफल, जावित्री आदि मसालों का गूब उत्पादन होता है। ओके निहाल वाइचे निहाल അവര് വായിച്ചു നിർത്തിയത് മുതല് ലാസ്റ്റ് കൃപ വായിച്ചു നിർത്തിയത് മുതല് यहाँ लोग इलायची, काली मिर्च, जायफल, जावित्री आदि मसालों का
गुबल उत्पादन होता है। काजू की खेती नारियल और रबड़ के रबड़ का उत्पादन रबड़ के उत्पादन में केरल का प्रमुख स्थान है। विश्व भर में केरल के मसालों का स्वाद पसंद किया जाता है। ओके, नेक्स्ट सूर्यदेव। उनके अनूठे पोएड़ा की भी आलके पहचान है। महिलाएं नारियल के रेशम और जूट से जुड़ी है। चटाइयाँ टोकरियां आदि बनाती है। കേൾക്കുന്നില്ലേ? इन्हें देखकर और कवाची सूर्यदेव आदि बनती है। इन्हें देखकर उनके हस्तशिल्प का आसानी से लगाया जा सकता है। इदाना की नहीं सूर्यदेव आदेवनोട് പറ इतना की नहीं मिखलाए मछली पकड़ने के जाल बुनने के में भी जाल बुनने में भी बहुत आगे है। उसके साथ वे मछलियां के डिब्बाबंद करने के काम में कुशल बहुत होने इसके है विदा पितयो आदेवे ओके आंड्रोस वाയിച്ചോ അതിന്റെ ബാക്കി मेरे विचार में केरल के बारे में सबसे अधिक ग्रहणीय बात यह है कि योगदान
साक्षरता का प्रतिशत सर्वाधिक है। सर्वाधिक है। यही कारण है कि आप अपने ज्ञान और परिश्रमी स्वभाव के कारण यहाँ के निवासी देश विदेश में उच्च पदों पर है। उनके मन में अपने देश और प्रदेश के लिए लगाव और समर्पण देखकर मन प्रसन्न हो उठता है। ओके देवप्रिया। ओके देवप्रिया। देखकर मन प्रसन्न होते हैं। अपनी केरल यात्रा में मौनों ये अनुभव किया कि हमें केरल वासियों को परिश्रमी स्वभाव और प्रदेशा को आगे बढ़ाने की उनकी भावना का सम्मान करने चाहिए और उनकी हमें भी दिशा और प्रदेश को विकास में अपना कर्तव्य निभाने में आगे रहने चाहिए. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ഈ പാഠഭാഗം കുറെ പേര് ഇനി വായിപ്പിക്കാനുണ്ട്. ഷംവീലിനെ, ക്രിസ്റ്റിയെ, അബ്ദുൽ ബാസിത്ത് ഉണ്ട്, അലൻ സാജ് ഉണ്ട്, പിന്നെ ആരാണ്, എബിൻ ഉണ്ട്, സെറയുണ്ട്. ഇവരൊക്കെ അടുത്ത ദിവസം വായിപ്പിക്കും. എല്ലാവരും ഈ പാഠഭാഗം ഒരു 4-5 പ്രാവശ്യം വായിക്കുക. അതുപോലെ നേരത്തെ കോള് വന്നതാണ്. ഓ അതെയോ, ക്ലാസ് കട്ടായത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാഠത്തിന്റെ വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, വിലാമ ശബ്ദ, മുഹാവരെ, ഇത്രയും നിങ്ങൾ ഇന്ന് തന്നെ നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. മുഹാവരെ, ശബ്ദാർത്ഥ, വിലോമ ശബ്ദം എല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതുക. ആ ബോക്സിൽ വേർഡ് മീനിങ്ങിന്റെ ബോക്സിലുള്ള എല്ലാം നോട്ട്ബുക്കിലേക്ക് ഇന്ന് തന്നെ എഴുതുക. ആ പാഠഭാഗം ഒരു 4-5 തവണ വായിക്കുക. മനസ്സിലായോ? എല്ലാവരും വായിക്കണം. ഇന്ന് തന്നെ ഒരു തവണ വായിക്കണം മുഴുവനും. എന്നാലും നമുക്ക് അതിൽ എന്താന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ മിസ് ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് വീട്ടിൽ ഓർമ്മിപ്പിക്കണേ, ആരെങ്കിലും വിട്ടുപോയവര്. സെറ, ആൻഡ്രോസ്, മുഹമ്മദ്, ഷംവീൽ ഇപ്പൊ പറഞ്ഞു, അബ്ദുൽ ബാസിത്ത്, അതുപോലെ അലൻ സാജ്, ഷെഫി, പിന്നെ ആരാണ്, ഇങ്ങനെ കുറച്ച് പേരുടെ മാത്രമേ വിവരം കിട്ടാനുള്ളൂ. മിസ്സിന് പേഴ്സണലായിട്ട് അയക്കുക. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, ബൈ, സി യു, ബൈ ബൈ. താങ്ക് യു മിസ്. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. ഓക്കെ.